ഞാനിപ്പം വയനാട് ജില്ലയിലെ കാരാപ്പുഴ ഡാമിനടുത്തുള്ള ഒരു അഡ്വഞ്ചർ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല, ഞാൻ ഇതുവരെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടു. അപ്പം ഏതായാലും ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. ഓക്കെ, ഇതാണ് കേട്ടോ അഡ്വഞ്ചർ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഞങ്ങൾ ഉള്ളോട് കയറിയപ്പം അപ്പം നിങ്ങൾ ദൂരെ കണ്ടോ, അവിടെയാണ് ഈ സിപ്പ് ലൈനിലൊക്കെ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്ന അവിടെയാണ്. ഇവിടെ ജാൻ സ്വിങ് ഉണ്ട്, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്. അതായത് സിപ്പ് ലൈനാണ് കേരളത്തിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണെന്ന് പറയുന്നത്. പിന്നെ ട്വിസ്റ്റർ ഉണ്ട്, ഫ്ലൈങ് ചെയർ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഉള്ളോട്ടാണെന്ന് പറഞ്ഞത്, ഇതിൻ്റെ കുറച്ച് ബാക്കോട്ടാണെന്ന് പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ അവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്, നല്ല ഭംഗി. ഇതെല്ലാം ഇതിന് പുറകോട്ട് വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. ട്രാംപ്ലൈൻ പാർക്ക്, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ദൂരെ കണ്ടോ സ്പേസ് ടവർ ഉണ്ട്, പിന്നെ എന്താണ് ഫ്ലൈങ് ചെയർ, പിന്നെ ഈ സൂര്യകാന്തിയിലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഇവിടെയെല്ലാം വലത് സൈഡിൽ വേറെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ സ്പേസ് ടവർ ഉണ്ട്, പിന്നെ ഫ്ലൈങ് ചെയർ ഉണ്ട്, പിന്നെ ട്വിസ്റ്റർ, സ്പേസ് ടവർ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കല്ല ഒരുവിധം എല്ലാവർക്കും കയറാവുന്നതാണ്. അപ്പോൾ ഞാനെന്തായാലും കയറാമെന്ന് ഉദ്ദേശിക്കില്ല. ഞാനേതായാലും ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടായിട്ട് വന്നതല്ല. ഞാൻ ഈ വഴി പോകുന്ന സമയത്തൊന്ന് കയറാമല്ലോ എന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. ഇതെല്ലാം കൂടെ കുറച്ച് നോക്കിക്കാം. ഒരുപാട് ആളുണ്ട് കേട്ടോ അവിടെ. ഈ സിപ്പ് ലൈൻ തന്നെ കേരളത്തിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ജാൻസിങ് ആണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് വലിയ ഉറപ്പില്ല, ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെയാണ് കേട്ടോ സിപ്പ് ലൈൻ വരുന്നത്. ഇത് സിപ്പ് ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ വാഹനത്തിൽ തന്നെ ഇതിൻ്റെ മറ്റേ അറ്റത്ത്, അതായത് നിങ്ങൾ ദൂരെ കണ്ടോ ഈ ഓക്കെ ദൂരെ കാണുന്ന ഒരു സാധനം, ദൂരെ നിങ്ങൾ കണ്ടോ, അവിടേക്ക് ഇവർ വാഹനത്തിൽ കൊണ്ടുപോകുന്നിട്ട് അവിടെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ കാണാൻ 2 പേര് വരുന്നുണ്ടോ ദൂരെ, ഒരു വൈറ്റും ഒരു ബ്ലാക്ക് ഡ്രസ്സിലത്തെ പെൺകുട്ടികളാണെന്ന് തോന്നുന്നു. അവർ വരുന്നുണ്ടല്ലേ, അവരവിടെ നിന്നാണ് വരുന്നത്. എന്തായാലും ഞാനെന്തായാലും കയറാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ്. ഇപ്പം എവിടെ നിന്നാണെങ്കിലും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്പേസ് ടവർ ഇത് ഞാൻ മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ വീഗാലാൻഡ് പോയ സമയത്ത് അവിടെ ഈ സ്പേസ് ടവർ കുറച്ച് സ്പീഡിലാണ് താഴോട്ട് വരിക. ഇതിപ്പം വലിയ സ്പീഡൊന്നുമില്ല. ഞാൻ സ്പീഡാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ഇത് മതി. അതായത് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാരാപ്പുഴ ഡാം മൊത്തത്തിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ലായ്മയൊന്നുമില്ല, നല്ല കാണും. ഞാൻ ഏതായാലും ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാ ഇപ്പം നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം താഴത്ത് നോക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് തോന്നും. അതായത് ഒരു 15 വർഷം മുമ്പ് ഞാനിവിടെ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആകെ ഇവിടെ ഡാം മാത്രമേ ഉള്ളൂ. ഡാമിനകത്തേക്കൊക്കെ നമുക്ക് കടന്നു പോവാം ഈ ഡാം കാണാൻ വേണ്ടിയിട്ട്. അതിനകത്ത് താഴത്തേക്ക് ഡാമിൽ നിന്ന് വെള്ളം ഒഴിച്ച്, ഞാനൊരു വേനൽക്കാലത്തായിരുന്നു അന്ന് പോയിരുന്നത്. അപ്പം അതിൽ ഡാമിൻ്റെ അടിയിലൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇതിന് ഉള്ളോട്ട് വന്ന് ഇവിടെ കുറച്ച് നമുക്ക് എന്താ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഗാർഡൻ ഉണ്ട്. എന്നാലും ഒരു വേനൽക്കാലം അങ്ങനത്തെ ഒരു സമയമായതിനെ കൊണ്ട് വലിയ പ്ലാന്റുകളൊന്നുമില്ല. എന്നാലും ഗാർഡനൊന്നുമല്ല, എന്നാലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി. കുറച്ചുകൂടി അങ്ങോട്ട് പോകാം കേട്ടോ. നിങ്ങൾ ദൂരെ കണ്ടോ, അവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെയാണ് അവസാനം. ഞാനിപ്പം ഇവിടെ വെള്ളം കിട്ടും. ഇത് നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ആ പാർക്കിൻ്റെ ആ ഒരു സൈഡിലാണുള്ളത്. നല്ല ഭംഗിയല്ലേ ദൂരത്ത് കാണുന്ന ഒരു വിദേശലും.
ഓക്കെ, ഞങ്ങളിപ്പം അവിടുന്ന് താഴോട്ട് ഇറങ്ങിട്ടോ. ഇവിടെ ഞാനിപ്പോൾ ആ ഡാമിലേക്കൊന്ന് പോവാണ്, ഡാമൊന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിലൂടെ ഒരു വഴിയുണ്ട് ഡാമിലേക്ക്. അപ്പോൾ മുമ്പും, അതായത് ഒരുപാട് കാലം മുമ്പ് ഇങ്ങനെ തന്നെ, ഏതാണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഈ വഴിയെ. ഈ ഡാമിലേക്കുള്ള നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെയൊക്കെയുള്ള. ഇവിടുന്ന് ആ പാർക്കിലുള്ള ഒരുപാട് ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഞാൻ. കണ്ട ദൂരെ കണ്ടോ നിങ്ങൾ? ആ, എന്നാൽ ടിസ്റ്റർ അല്ലേ അത്, ടിസ്റ്റർ. പിന്നെ ജാൻ സ്വിങ് ഉണ്ട് അവിടെ. അത് നേരത്തെ അത് ഞാൻ അവിടുന്ന്, അയ്യോ, ഓ, ഇപ്പോൾ അത് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നല്ലേ. ഏതുവരെ വന്ന വെറുതെയല്ലോ. പോവാണെങ്കിൽ അവിടെ നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലേ. ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ കണ്ടോ, ഡാമിലേക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് ഡ്രമ്മൊക്കെ വെച്ച് തടസ്സം വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ കാരണം എന്നറിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ചുറ്റിൽ. നിങ്ങൾ കണ്ടോ, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. കണ്ടോ നിങ്ങൾ മറ്റേ ജാൻ സ്വിങ് കണ്ടോ? അത് നേരത്തെ ഞാൻ അവിടുന്ന് കണ്ടില്ലായിരുന്നു. അത് ആളില്ലാന്ന് തോന്നുന്നു. അതിന് ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. അത് ചെറിയൊരു അഡ്വഞ്ചറാണെന്ന് തോന്നുന്നല്ലേ. ഇത് നമ്മുടെ കൽപ്പറ്റയിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ കേട്ടോ. ഈ കൽപ്പറ്റയിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററേ ഉള്ളൂ. ഏതാണ്ട് ഒരു 30 മിനിറ്റ് യാത്ര, അത്രേ ഉള്ളൂ. അത് അടിപൊളിയാണല്ലേ. എന്നാൽ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ.